ഹായ് ഫ്രണ്ട്സ്, ഫാമിലി വാക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗപ്പി ഫിഷും ഫൈറ്റർ ഫിഷും അതിന്റെ കെയറിംഗ് ആണ്. കൂടുതൽ നീട്ടാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗപ്പി ടാങ്ക്. സാധാരണ ഗപ്പികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ തണുപ്പുള്ള സ്ഥലത്തെ അത് ജീവിക്കാറുള്ളൂ. ചിലവർ കൂടുതൽ വെയിൽ തട്ടുന്ന സ്ഥലത്ത് ഗപ്പികളെ വളർത്താൻ പാടില്ല. സപ്പോസ് നിങ്ങൾ ചൂടുള്ള സ്ഥലത്താണ് ഈ ഗപ്പി വളർത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഗപ്പി വേഗം ചത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. ഗപ്പി വളർത്തുന്നവർ ആദ്യം അതിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. ഇനി ഞാൻ എൻ്റെ ഗപ്പികളുടെ വെറൈറ്റീസ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് വെറൈറ്റി, അതായത് ഹാഫ് ബ്ലാക്ക്. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ അടുത്ത വെറൈറ്റി, അതായത് ഗോൾഡൻ ഗപ്പി. ഇതാണ് എൻ്റെ അടുത്ത വെറൈറ്റി, അതായത് ബ്ലാക്ക് മോളീസ്. ഇതാണ് എൻ്റെ അടുത്തത് വെറൈറ്റി, അതായത് ഓറഞ്ച് ഗപ്പീസ്. ഇത് എൻ്റെ അടുത്ത വെറൈറ്റി, ഫൈറ്റർ ഫിഷ്. ഇത് എൻ്റെ കയ്യിലുള്ള വൈറ്റ് മോളിയാണ് കേട്ടോ. ഇത് ലാസ്റ്റ് വെറൈറ്റി, അതായത് മിക്സഡ് ഗപ്പീസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കതിൻ്റെ ഫുഡിലേക്ക് കിടക്കാം. ആദ്യം മെയിനായിട്ട് ഇവിടെ പല്ലറ്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, അതും കടി വാങ്ങാൻ കിട്ടും. പിന്നെ മുരിങ്ങ നമുക്ക് ഉണക്കി പൊടിച്ച ഒരു പൗഡറാണ് കേട്ടോ ഇത്. അടുത്തത് പറയുകയാണെങ്കിൽ ക്യാരറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ ഗപ്പിക്ക് മെയിനായിട്ട്, അതായത് കളറ് വരാനുള്ള ഒരു ഫുഡാണിത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗപ്പി ബിറ്റ്. അത് പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡായി കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ ഗപ്പി ബിറ്റ്. അത് 70 രൂപ എന്തോ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ മൊത്തമായിട്ടുള്ള ഗപ്പി ഫുഡ് അല്ലെങ്കിൽ ഫീഡ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ തീറ്റ ഇടുന്ന ഒരു സാധനം കേട്ടോ. ഇത് ഇവിടെ ഒരു ഡപ്പി എടുത്തിട്ടൊരു ഹോളിൽ അപ്പുറത്തും ഒരു ഹോൾ ഇടുക. വേറൊന്നുമില്ല, ഇതിന് നമ്മൾ വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ശേഷം ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പല്ലറ്റ് ആ ഹോളിൽ കൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് വാട്ടർ കേട് വരാതെ നമുക്ക് നോക്കാം. രണ്ടാമത് പറഞ്ഞാൽ മീനുകൾക്ക് അത് എഫക്റ്റ് ചെയ്യില്ല. വേണ്ടപ്പോൾ കഴിച്ചിട്ട് വേണ്ടപ്പോൾ അത് കഴിക്കാതെ അവിടെ ഇട്ടോളൂ അത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത ഫുഡ്, അതായത് ക്യാരറ്റ്. ഇത് അങ്ങനെ തന്നെ വെള്ളത്തിലിടാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മൾ നന്നായി വേവിച്ചിട്ട് ഗപ്പികൾക്കും ബാക്കിയുള്ള ഫിഷിനും തിന്നാൻ പറ്റുന്ന പോലെ വേവിച്ചിട്ട് വേണം നമ്മൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഫുഡ്, അതായത് ഗപ്പി ബിറ്റ്. ഇത് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ, അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, അത് താനെ തിന്നോളും. ഗപ്പി ഫുഡിൽ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ ഗപ്പി ബിറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ കെയറിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരുന്നതാണ്.